നമസ്കാരം. താരിഫ് അനിശ്ചിതത്വത്തിനും യുഎസുമായുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര ആശങ്കകൾക്കുമിടയിൽ ബ്രസീലുമായുള്ള എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇന്ത്യ തേടുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ രാജ്യത്തേക്ക് ഒഴുകുന്നത് തുടരുമ്പോൾ ഇന്ത്യൻ റിഫൈനർമാർ ബ്രസീലിയൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഒഴുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ഇത് യുഎസ് ഉയർത്തിയ താരിഫ് ഭീഷണികൾക്ക് പിന്നാലെ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കുന്നത്. 2025 ആദ്യ പകുതിയിൽ ബ്രസീലിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ വലിയ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇത് വരും മാസങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ബ്രസീലിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി 75% വർദ്ധിച്ച് പ്രതിദിനം 72,000 ബാരലുകളായി ഉയർന്നുവെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ബ്രസീലിൽ നിന്നുമുള്ള വിഹിതം 41,000 ബാരലുകളായിരുന്നു. ഇന്ത്യൻ റിഫൈനറികൾ ഒപെക് ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള എണ്ണയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുന്നതിന്റെ സൂചനയാണ് ഈ വർധനവ്. റഷ്യയുടെ വിഹിതത്തിലെ ഇടിവ് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യൻ റിഫൈനറികൾ ഇറാഖും സൗദി അറേബ്യയും യുഎഇയും അടങ്ങുന്ന പരമ്പരാഗത ഇടപാടുകാരെ കൂടുതൽ ആശ്രയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിന് വിപരീതമായ നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും റിലയൻസ് ഇൻഡസ്ട്രീസുമാണ് ബ്രസീലിൽ നിന്നുമുള്ള എണ്ണയുടെ പ്രധാന വാങ്ങലുകാർ. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നുണ്ടെങ്കിലും യുഎസ് ഏർപ്പെടുത്തിയ 50% താരിഫുകൾ ഇന്ത്യൻ റിഫൈനറികളെ ബദൽ ഉറവിടങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യവും. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എണ്ണ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെട്രോളിയം മന്ത്രി ഹർബത് സിംഗും പുരിയും അടുത്തിടെ ബ്രസീലിൽ സന്ദർശനം നടത്തിയിരുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനും ഓഫ് ഷോർ ഡീപ്പ്, അൾട്രാ ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷൻ ഉത്പാദന പദ്ധതികൾ സഹകരണം തേടുന്നതിനും ഈ സന്ദർശനങ്ങൾ ചർച്ചയായിട്ടുണ്ട്. യുഎസ് താരിഫുകൾ പ്രഖ്യാപിച്ച ഉടനെ മോദി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോവും ലുല ഡ സിൽവയുമായി സംസാരിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. വ്യാപാരം, ഊർജം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള ജനകേന്ദ്രീകൃത പങ്കാളിത്തം എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നും മോദി വ്യക്തമാക്കുന്നു. ബ്രസീലിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിന് ലോജിസ്റ്റിക്, വില നിർണയം എന്നീ മേഖലകൾ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിലുകളുടെ ശക്തമായ മത്സരവും ഒരു പ്രശ്നമാണ്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ചൈന ഇറാഖിൽ നിന്നുമുള്ള എണ്ണ ലഭ്യത കുറയ്ക്കുന്നതിനാൽ ബ്രസീലിയൻ എണ്ണയ്ക്കായി മത്സരിക്കുന്നുണ്ടെന്നും ഇത് ഇന്ത്യക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയും ബ്രസീലും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സഹകരണം, പ്രത്യേകിച്ച് ബ്രസീലിന്റെ എണ്ണ ഭീമനായ പെട്രോബസിന്റെ പിന്തുണയോടെ ഇന്ത്യൻ റിഫൈനറികൾക്ക് ബദൽ എണ്ണ ഉറവിടങ്ങൾ ഉറപ്പാക്കാൻ തീവ്രമായ ശ്രമമാണ് നടത്തുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച